അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 16-ാം സങ്കീർത്തനം 8-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ബൈബിൾ വേർഷനിൽ ഐ ഓൾവേസ് ലെറ്റ് ദ ലോർഡ് ഗൈഡ് മീ ബിക്കോസ് ഹീ ഈസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ്, ഐ വിൽ നോട്ട് ബി ഷെയ്ക്കൺ എന്നും, ദ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഐ നോ ദ ലോർഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഐ വിൽ നോട്ട് ബി ഷെയ്ക്കൺ ഫോർ ഹീ ഈസ് റൈറ്റ് ബിസൈഡ് മീ എന്നുമാണ് 16-ാം സങ്കീർത്തനം 8-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് തർജ്ജമകളും കൂട്ടിവെച്ച് വായിച്ചാൽ യഹോവയെ എൻ്റെ കർത്താവായി എന്നെ കൺട്രോൾ ചെയ്യുവാൻ എപ്പോഴും ഞാൻ അനുവദിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം ഞാൻ ജീവിക്കുകയും ചെയ്യുന്നതിനാൽ അവൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ വലങ്കരത്തിൽ അവൻ പിടിച്ച് ഞാൻ വീഴാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥം കൊടുത്താൽ തെറ്റില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല. ഇവിടെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യരായ ആടുകൾ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ സ്നേഹിക്കുന്നു എന്ന് അർത്ഥം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുന്നതിനാൽ അവൻ എന്നോടുകൂടെ വസിക്കുകയും ഞാൻ ഒരു നാൾ നശിച്ചു പോകുവാൻ സമ്മതിക്കാതെ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. ഇപ്രകാരമാണ് 16-ാം സങ്കീർത്തനം 8-ാം വാക്യം നമ്മെയും പഠിപ്പിക്കുന്നത്. മശിഹായെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തന വാക്യമാണ് 16-ാം സങ്കീർത്തനം 8-ാം വാക്യം. ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്ത് ആരെങ്കിലും മോഷ്ടിച്ചാലോ എന്ന ഭയത്താൽ രാത്രി ഉറക്കം വരാതെ ഭയത്തോടെ ഇരിക്കുകയും നേരം വെളുത്താൽ സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ചെയ്യുക പതിവായിരുന്നു. രാത്രിയിൽ അയാൾ കേൾക്കുന്ന ചെറിയ ഒരു ശബ്ദമാണെങ്കിലും അങ്ങോട്ട് ടോർച്ചടിച്ച് കള്ളനല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അദ്ദേഹം വിശ്രമിക്കുമായിരുന്നുള്ളൂ. നാളുകളായി ഈ ധനികൻ്റെ സ്വഭാവം ഇതായിരുന്നു. ഇതിൽ ദേഷ്യം വന്ന തൻ്റെ ഭാര്യ ആ വ്യക്തിയോട് പറഞ്ഞു, തൊട്ടടുത്ത് ഓല വീട്ടിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ദരിദ്രൻ എത്ര സുഖമായാണ് തൻ്റെ കൊച്ചുകുടിലിൽ കിടന്നുറങ്ങുന്നത്, അതും വീടിൻ്റെ വരാന്തയിൽ. ഒരു പേടിയുമില്ലാതെ അയാൾ കിടന്നുറങ്ങുന്നു, നിങ്ങൾക്കെപ്പോഴും പേടിയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആ ധനവാൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ നോക്കിക്കൊള്ളുക, നാളെ രാത്രി അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുകയില്ല. നേരം വെളുത്തപ്പോൾ ധനികനായ വ്യക്തി ആ ദരിദ്രനെ വിളിച്ച് അല്പം പണം കൊടുത്തു, നീ ഇത് സൂക്ഷിച്ചു വച്ചേക്കണം, കള്ളന്മാരുള്ള ഏരിയയാണ്. ആ ദരിദ്രൻ വീട്ടിൽ പോയി. രാത്രിയായപ്പോൾ തൻ്റെ പണം എവിടെ വെക്കണമെന്നറിയാതെ ദരിദ്രൻ ചുറ്റി നടക്കുകയാണ്. എവിടെ വെച്ചാലും തൻ്റെ പണം ആരെങ്കിലും അപഹരിക്കും എന്ന ചിന്ത ദരിദ്രൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടി. ആ പണം കയ്യിൽ തന്നെ വെച്ച് ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. ധനികൻ തൻ്റെ ഭാര്യയെ വിളിച്ച് ദരിദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു കൊടുത്തു. ദരിദ്രൻ്റെ ഉറക്കം കളഞ്ഞത് ധനവാൻ കൊടുത്ത അല്പം പണമായിരുന്നു. അതെ, നാം ധനത്തെ നമ്മുടെ മുമ്പിൽ വെച്ചാൽ, ധനത്തിന് നാം പ്രാധാന്യം കൊടുത്താൽ അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും നമ്മെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ, കാരണം നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. യഹോവയായ കർത്താവിനെ നമ്മുടെ മുമ്പിൽ വെച്ചാൽ, ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കൊടുത്താൽ, നമ്മുടെ സംസാരം എപ്പോഴും യേശുവിനെ കുറിച്ചായിരിക്കും, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവചിന്തയായിരിക്കും, നമ്മുടെ പ്രവൃത്തികളിൽ ദൈവസ്വാധീനമുണ്ടായിരിക്കും. കള്ളത്തരം പറയുവാനും ചെയ്യുവാനും കഴിയാത്ത അവസ്ഥയായിരിക്കും ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നത്. അവരുടെ മുമ്പിൽ പാപം ചെയ്യുവാനുള്ള വാതിൽ തുറന്നു കിട്ടിയാൽ അവർ അത് വിട്ട് ഓടി രക്ഷപ്പെടും. നല്ലൊരു യൗവനക്കാരനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്:
നല്ല ശമ്പളമുള്ള ജോലി പട്ടണത്തിലെ വലിയ ഒരു കമ്പനിയിൽ അദ്ദേഹത്തിന് ലഭിച്ചു. കമ്പനി തന്നെ മനോഹരമായ ഒരു ബംഗ്ലാവ് അദ്ദേഹത്തിന് താമസിക്കുവാൻ കൊടുത്തു. കമ്പനി കാറും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. സന്തോഷത്തോടെ താൻ ആ കമ്പനിയിൽ മാനേജരായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത്. ഒരു ദിവസം തൻ്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെ ഓഫീസിലേക്ക് വിളിച്ചു. ഇന്നത്തെ ഫ്ലൈറ്റിൽ ചില ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ കമ്പനി സന്ദർശിക്കുവാനാണ് അവർ വരുന്നത്. അവർക്ക് നമ്മിൽ താല്പര്യമുണ്ടായാൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കും. ആകയാൽ ഈ അവസരം നാം മാക്സിമം മുതലെടുക്കുകയാണ്. ആകയാൽ നീ നേരിട്ട് ചെന്ന് അവരെ സ്വീകരിച്ച് ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിൽ അവർക്ക് സുഭിക്ഷമായ ആഹാരവും മദ്യവും മേടിച്ചു കൊടുക്കണം. ഇത് കേട്ട മാനേജരായ ആ യൗവനക്കാരൻ പറഞ്ഞു, സാറേ, ഞാനൊരു ദൈവമകനാണ്. എനിക്ക് ബാർ ഹോട്ടലിൽ കയറുന്നതിന് പ്രയാസമുണ്ട്. അത് വചനവിരുദ്ധമാണ്. മറ്റുള്ളവരെ കൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യിക്കുന്നതിന് തുല്യമാണത്. ദയവായി എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഇത് കേട്ട മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞത് പ്രകാരമാണ്. വലിയ സൗകര്യങ്ങളും ശമ്പളവും തന്ന് താങ്കളെ ഞാൻ ജോലിക്ക് നിർത്തിയത് ഞാൻ പറയുന്നത് അനുസരിക്കുവാനാണ്. നിൻ്റെ ജോലി നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ച് ഒക്കൂ. ആ യൗവനക്കാരൻ ആ ജോലി രാജിവെച്ചു. പട്ടണത്തിൽ തന്നെ ഒരു കൊച്ചു ജോലി ചെയ്ത് ജീവിക്കുവാൻ തുടങ്ങി. തൻ്റെ ഭാര്യയ്ക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യഹോവയ്ക്ക് തൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തിരുന്ന ആ യൗവനക്കാരനെ തൻ്റെ ജോലി സംരക്ഷിക്കുന്നതിനേക്കാൾ വലുത് തൻ്റെ കർത്താവ് അപമാനിക്കപ്പെടാതിരിക്കുന്നതിൽ ആണ്. യഹോവയെ എപ്പോഴും മുമ്പിൽ വച്ചിരിക്കുന്ന വ്യക്തിക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അത് യഹോവയുടെ ആലോചനയ്ക്ക് ഒത്തുപോകുന്ന തീരുമാനങ്ങളെ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. യഹോവയെ എപ്പോഴും മുമ്പിൽ വെച്ചാൽ എല്ലാ മേഖലകളിലും നാം വിശ്വസ്തത പുലർത്തും. ഇക്കാരണം യഹോവ നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. അത്യല്പത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരെയാണ് ദൈവം നോക്കുന്നത്. ക്ഷമയുടെ കാര്യത്തിൽ നാം സകലരോടും ക്ഷമിക്കും. പ്രാർത്ഥനയുടെ കാര്യത്തിൽ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ നമ്മുടെ തിരക്കേറിയ സമയത്ത് പോലും ധാരാളം സമയം മാറ്റിവെക്കും. ആരോഗ്യമുണ്ടെങ്കിലല്ലേ ജോലി ചെയ്യുവാൻ നമുക്ക് സാധിക്കൂ. ആകയാൽ കർത്താവിന് കൊടുക്കേണ്ട സമയം നാം വ്യർത്ഥ കാര്യങ്ങളിൽ കളയാതെ കർത്താവിന് തന്നെ കൊടുക്കും. സംതൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ യഹോവയെ നമ്മുടെ മുമ്പിൽ വെച്ചാൽ സാധിക്കും. ഒരു സമ്പത്തുമില്ലാത്ത വൃദ്ധയായ ഒരു വിധവ, വായിൽ ആകെ 2 പല്ലേ ഉള്ളൂ, വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. കാരണം കർത്താവ് ആ മാതാവിൻ്റെ സ്നേഹിതനാണ്. അനാഥയായ ആ മാതാവ് യേശുവിൽ ആശ്രയിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്താൽ പരീക്ഷ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അവൻ കാക്കും. ലോകത്തിൽ നിന്നും സാത്താനിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് ശക്തി തരും. വിശുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ നാം യഹോവയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്താൽ അശുദ്ധി കാണുന്നത് പോലും നമുക്ക് വെറുപ്പായിരിക്കും. കർത്താവാണ് നമ്മെ ഗൈഡ് ചെയ്യുന്നത്. അനുസരണത്തിൻ്റെ കാര്യത്തിൽ അല്പം പോലും നമുക്ക് പ്രയാസം നേരിടുകയില്ല. നാം കർത്താവിനെ അനുസരിക്കും. കർത്താവ് നമുക്ക് അതിനുള്ള കൃപ തരും. വചനം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ അവൻ തുറക്കും. ജീവിക്കുന്നതിന് സന്തോഷവും സമാധാനവും മരണത്തെക്കുറിച്ചുള്ള ഭയമില്ലാതിരിക്കുന്ന അവസ്ഥയും കർത്താവ് നമുക്ക് തരും. സമ്പത്ത് വന്നാൽ നാം അതിൽ ആശ്രയിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം അത് ചിലവഴിക്കും. ആവശ്യമില്ലാത്ത ആർഭാടം ഒഴിവാക്കി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് പ്രാധാന്യം കൊടുത്ത് ധനവിനിയോഗം നടത്തുവാൻ യഹോവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കണം. ദുരാരോപണം വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും സമ്പത്ത് വർദ്ധിച്ചാൽ അത് വർദ്ധിപ്പിച്ചവനെ ഓർത്ത് അനുസരിക്കുകയും ചെയ്യും. ന്യായവിധി സമയത്ത് നമുക്ക് നല്ല ധൈര്യമുണ്ടാകും. കാരണം ഇന്ന് നമ്മുടെ നിയന്ത്രണം നാം ഏൽപ്പിച്ചവനായ കർത്താവാണ് അന്ന് ന്യായാധിപനായി വരുന്നത്. അവൻ അന്നും നല്ല സ്നേഹിതനായി തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് യഹോവയെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വയ്ക്കാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കാം. എവിടെ പോയാലും എങ്ങനെ ജീവിച്ചാലും യേശുവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മാത്രം യാത്ര ചെയ്യാം. എന്നാൽ യേശു നമ്മുടെ യാത്ര സഫലമാക്കും, സുരക്ഷിതമാക്കും. സന്തോഷമായും സമാധാനമായും ഈ ഭൂമിയിൽ ദൈവഭയത്തോടെ ജീവിക്കുവാനും വരുംകാല നിത്യതയിൽ കർത്താവിനോട് കൂടെ ജീവിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കും. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. അവർക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.